മറിച്ച് വീടൊന്നും തയ്യാറായിട്ടില്ല, പള്ളിയിലൊന്നും തയ്യാറായിട്ടില്ല, നമ്മൾ അതിനുവേണ്ടി ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റമളാൻ ഇന്ന് ആകാതിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ശഅബാന്റെ അവസാനത്തെ ദിവസം, ശക്കിന്റെ ദിവസം നമ്മൾ പറയും. പക്ഷെ ഈ കാക്കാടെ ഈ പറച്ചില് റമളാന്റെ അവസാനത്തെ രാത്രി യൗമു ശക്കില് ശവ്വാൽ പറ കാണുമ്പോ പറയൂല, എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാ മതിയായിരുന്നു, കാരണം പെരുന്നാൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു, പോത്ത് ഞാൻ വാങ്ങിച്ചതാ, ഇനി ഒന്നുകൂടെ വാങ്ങണമല്ലോ, ഞാൻ ഡ്രസ്സ് എടുത്തതാ, എന്റെ വീടൊക്കെ റെഡിയാണ്. പ്രിയപ്പെട്ടവരെ, നീണ്ട 2 മാസക്കാലം 60 ദിവസത്തോളം അള്ളാഹു റജബും ശഅബാനും അടിക്കടി രാവും പകലും പള്ളിയിലും പള്ളിക്കൂടത്തിലും മദ്രസയിലും ഒക്കെ നമ്മൾ കേൾക്കുന്നു, ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന ബല്ലഗ്നാ റമളാന എന്ന് കേട്ടിട്ടും 60 ദിവസം നമുക്ക് പ്രിപ്പയർഡ് ആകാൻ കഴിയാതിരിക്കുമ്പോൾ പിന്നെങ്ങനെയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് നന്നാവുക? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട്, പടച്ചോനെ ഞാൻ അന്ന് നന്നാകേണ്ടതായിരുന്നു, പറ്റിയില്ല. ആദ്യത്തെ 10 പോയി, രണ്ടാമത്തെ 10 പോയി. രണ്ടാമത്തെ 10 എത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്തായാലും 17 വരട്ടെ, ബദരീങ്ങളോട് കൂടി നന്നാവാമെന്ന് പറയും. ബദർ ദിനത്തിന്റെ അന്ന് ചോറൊക്കെ കിട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഇഷ്ടം പോലെ കഴിച്ചിട്ടൊരു കിടത്തുണ്ടെന്ന് തറാവി ഉണ്ടാവൂല. അതൊക്കെ കഴിഞ്ഞ് പിന്നെ പറയുന്നത് എന്തായാലും ഇത്രയായല്ലോ, മൂന്നാമത്തെ 10 വരട്ടെ. മൂന്നാമത്തെ 10 എത്തുമ്പോൾ നമ്മൾ പറയും 27 രാവ് ശ്രേഷ്ഠമായ രാത്രിയല്ലേ, ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്ന രാത്രിയല്ലേ, അന്ന് എല്ലാം പടച്ചവനോട് ഏറ്റു പറഞ്ഞിട്ട് നന്നാകാമെന്ന് ചിന്തിക്കും. അന്ന് നമ്മൾ എന്താ ചെയ്യുക? അന്ന് ഈ ഓട്ടത്തിന്റെയും ബഹളത്തിന്റെ ഇടയിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ പിറ്റന്ന് മുതൽ പർച്ചേസ് ചെയ്യേണ്ട ദിവസങ്ങളാ. 27 പകലിൽ നമുക്ക് പോകണം ലുലു മാളില്, അതുപോലെ തന്നെ പല ഹൈപ്പർ മാർക്കറ്റിലും പോകണം. അതിനിടയിൽ എപ്പോഴാ നമുക്ക് നന്നാകാൻ സമയം കിട്ടുക? അങ്ങനെ പെരുന്നാളിന്റെ ദിവസം വരുമ്പോ പുതിയ ഉടുപ്പും ധരിച്ച് പുത്തൻ അത്തറും തേച്ച് പുത്തൻ ശൈലിയിൽ നമ്മൾ നിങ്ങളുടെ കൈ പിടിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് വന്നാൽ ഇബാദത്തും നിസ്കാരവും ഒക്കെ ശൈത്താന്മാരെ പിടിച്ച് നീ ചങ്ങല കിട്ടല്ലോ, പക്ഷെ എന്റെ ശൈത്താനെ മാത്രം നീ ചങ്ങല കിട്ടില്ല. നീ തഖ്വ തന്നിരുന്നെങ്കിൽ ഞാൻ നന്നാകുമായിരുന്നല്ലോ. നീ എനിക്ക് തഖ്വ തന്നില്ല അല്ലാ. എന്റെ ഉമ്മാടെ ഉദരത്തിൽ വെച്ച് 4-ാം മാസത്തിൽ നീ എഴുതിയല്ലോ ഞാൻ വിജയിയാണോ പരാജിതനാണോ എന്ന്. അന്ന് നീ എഴുതിയതല്ല തമ്പുരാനെ, നിനക്ക് എഴുതിക്കൂടായിരുന്നോ ഞാൻ വിജയിയാണെന്ന്, ഞാൻ നന്നായേനെ. നമ്മളെല്ലാം കൂടെ പടച്ചോന്റെ തലയ്ക്ക് വെച്ച് കൊടുക്കാൻ. നമ്മൾ ചിലരോട് പറയും പോലെ, ഞാൻ മാത്രമല്ലല്ലോ കുറ്റക്കാരൻ, നീയും കുറ്റക്കാരനല്ലേ, നീയും അങ്ങനെ ചെയ്തിട്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കുറ്റം പഴി മറ്റൊരാളിലേക്ക് ചാർത്തി കൊടുക്കുന്ന രണ്ടാമത്തെ ശൈലി. അല്ല പറയുന്നു, ഇത് രണ്ടും വരാതിരിക്കാനാ, അന്തക്കൂല ഔ തക്കൂല, നീ അങ്ങനെ പറയാതിരിക്കാനാ ഞാൻ പറഞ്ഞത്. ഇനാബത്തും വേണം, ഇസ്ലാമും വേണം, ഇത്തിബാഉം വേണമെന്ന്. പരലോകത്ത് വന്നിട്ട് പറ്റിയില്ല എന്ന് പറയാതിരിക്കാനും, നീയല്ലേ എന്നെ നന്നാക്കാത്തതെന്ന് പറയാതിരിക്കാനും. മൂന്നാമത്തൊരു ന്യായമുണ്ട്, ഔ തഖൂല ഹീന തറല്ലദാ ലൗ അന്ന ലീ കറാ ഫഅകൂന മിനൽ മുഹ്സിനീൻ. അല്ലാഹുവേ, ഇനി എനിക്കൊരു ചാൻസ് കൂടി എനിക്കുണ്ടോ തമ്പുരാനെ? ഇനി ഭൂമിയിലേക്ക് പോകാൻ എനിക്ക് അവസരം തന്നാ, എനിക്ക് ദുനിയാവിലൊന്നും മടങ്ങി പോകാൻ അവസരം തന്നാ, ഇനി ഞാൻ നന്നായി കൊള്ളാമല്ലാ. മൂന്നാമത് നമ്മൾ പറയുന്നത് തന്നെയല്ലേ, ഇനി ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവൂല. പടച്ചോനെ, നീ എന്നെ വെറുതെ വിടുവോ? എനിക്കൊന്ന് അല്പം കൂടി ആയുസ് നീട്ടിത്തരുവോ? എന്നെ ഒന്ന് തിരിച്ചു വിടുവോ? ഞാൻ നന്നായി കൊള്ളാമല്ലാ. ഇത് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല പറയുന്ന, നാളെ പരലോകത്ത് ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുന്ന മഹ്ശറയില് നിങ്ങൾ വന്നിട്ട് എന്നോടത് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാന്റെ മുമ്പിൽ ചെന്ന് നാളെ പരലോകത്ത് നമ്മൾ പറയുന്ന 3 ന്യായങ്ങളാണ്. അത് ബാലിശമാണ്. അല്ല പറയുന്നു, ഒന്ന്, നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയും, പടച്ചോനെ പറ്റിപ്പോയി, എന്ത് ചെയ്യാനാ, സംഭവിച്ചു പോയില്ലേ തമ്പുരാനെ. നമ്മളിപ്പോ ഒരു മാതാവ് തന്റെ കുട്ടിയുടെ കയ്യിൽ ഒരു കുടം കൊടുത്തു, ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു. ആ കുടവും വാങ്ങി കുട്ടി യാത്ര തിരിച്ചപ്പോ തിരിച്ചു വിളിച്ചു ഉമ്മ. എന്നിട്ട് അതിന് 2 അടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പൊട്ടിക്കരുത് എന്ന് പറഞ്ഞു, നീ പൊട്ടിക്കരുത് എന്ന് പറഞ്ഞു. കണ്ടുകൊണ്ട് നിന്നവർ ചോദിച്ചു, കുടം ഉടയ്ക്കാതെ ആ കുഞ്ഞിനെ എന്തിനാ വെറുതെ തല്ലിയത്? ഉമ്മ ചോദിച്ച ചോദ്യം പ്രസക്തമാണ്. കുടം ഉടച്ചിട്ടടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ആ കുടം തിരിച്ചു കിട്ടൂലല്ലോ, പോയത് പോയില്ലേ. അതുകൊണ്ട് ഈ അടിയുടെ വേദന ഉള്ളിടത്തോളം കാലം ആ കുട്ടി കുടം ഉടക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരലോകത്ത് നിന്നിട്ട് പടച്ചവനോട് പറയും, സംഭവിച്ചു പോയില്ലേ തമ്പുരാ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ?
ഇതാണ് നമ്മുടെ ഒരു ചോദ്യം പരലോകത്ത്. രണ്ടാമതല്ല പറയുന്നു, ചിലപ്പോ ചില ആളുകൾ വന്നിട്ട് പറയും, പടച്ചോനെ നീ എന്നെ നന്നാക്കാത്തോണ്ടല്ലേ, എന്റെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് നീ എഴുതിയില്ലായിരുന്നോ 4-ാം മാസത്തിൽ റൂഹ് ഊതുന്ന സമയത്തിന് മലക്ക് വന്നിട്ട് ഭ്രൂണത്തെ കയ്യിലെടുത്ത് വെച്ചിട്ട് ചോദിച്ചു വേണോ വേണ്ടയോ. വേണ്ടാന്ന് പറഞ്ഞാൽ യസീൽ ഉദമ ബ്ലീഡിംഗ് ആയി പോകും. വേണോന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് അക്കറുന്ന മുൻസ് ആണായിട്ട് വേണോ പെണ്ണായിട്ട് വേണോ. അവിടുന്ന് തുടങ്ങുകയാണ് ഹോർമോണിന്റെ വ്യത്യാസം. പെണ്ണുങ്ങൾ പറയാണ് ഇപ്പൊ ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആവണമെന്ന്, ഞങ്ങൾക്കിപ്പോ ആണുങ്ങളെ പോലെ ആകണം. താഹ റഷാദി ഉസ്താദിന്റെ മെഹ്റാബും മിമ്പറും കണ്ണും നട്ടിരിക്കുന്ന കുറെ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. ഇനിയിപ്പോ അടുത്ത വർഷം കമ്മിറ്റി വന്നാൽ ഉസ്താദ് മാറി അടുത്ത ഇമാമ് ഞാൻ തന്നെ. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര് വന്നിട്ടുണ്ട്, നബിമാര്. ഒരു നബിച്ചി വന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പോട്ടെ, താഹ റഷാദി ഉസ്താദിന് എവിടെയെല്ലാം പോണമായിരുന്നു. പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് ഒരിക്കലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ടുവന്ന് ഇവിടെ പകരം 2 ദിവസം ഇമാമത്ത് നിർത്തിയിട്ട് പോയോ? കാരണം എന്താ, പെണ്ണിന് വേറെ ജോലിയാ മാതൃത്വം, ആണിന് വേറെ ജോലിയാ നേതൃത്വം. ആണുങ്ങൾ ഒരിക്കലും പെണ്ണിനോട് പറയൂല നിന്റെ മാതൃത്വം എനിക്കിതാ, നീ 2 പെറ്റില്ലേ അടുത്ത 2 ഞാൻ പെറ്റോളാം എന്ന് ഒരു ഭർത്താവും പറയൂല. അതുപോലെ നിങ്ങളും പറയരുത് ഞങ്ങൾക്ക് അധികാരം വേണമെന്ന്. നിങ്ങൾക്ക് അള്ളാഹു തന്നിരിക്കുന്നത് ഒരു കുറവില്ലാത്ത അവസ്ഥയാണ്. ഈ പുരുഷായുസ് 60 വർഷം ഒരു ആള് എലവുപാലം പള്ളിക്കകത്ത് ഇബാദത്തെടുക്കുമ്പോ നിങ്ങൾക്കിതൊന്നും വേണ്ട. ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റൽ അഥവാ SATയിലെ ലേബർ റൂമിനകത്ത് നിങ്ങളെ ഒരു ചെറിയ പേറ്റ് നോവിന്റെ ഞരക്കം മതി. ഒരു പുരുഷായുസ് ഈ പള്ളിയിൽ ഇബാദത്തെടുത്തവന് കിട്ടുന്ന പ്രതിഫലം ഒരൊറ്റ സെക്കൻഡിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാൻ. ചുമ്മാ അല്ലല്ലോ, 5 നേരം പള്ളിയിൽ വരുന്ന നല്ല എല്ലാ വിശേഷണങ്ങളും ഒത്ത വാപ്പ ഉള്ള ഒരാള് ഉമ്മ നൊന്തു പെറ്റു, നബിയെ എനിക്ക് കമ്മിറ്റ്മെന്റ് ഉമ്മയോടാണോ വാപ്പയോടാണോ? ഉമ്മുഖ് നിന്റെ ഉമ്മയോട്. നബിയെ പിന്നെ നിന്റെ ഉമ്മയോട് സെക്കൻഡ്, പിന്നെയോ നിന്റെ ഉമ്മയോട് മൂന്നാമത്. അപ്പൊ ഈ മനുഷ്യൻ ചോദിച്ചു ഇനിയോ? അബൂക്ക് നിന്റെ വാപ്പയോട്. നിന്റെ വാപ്പാക്ക് എന്തും പറ്റും. പൂ ചോദിച്ചാൽ പൂമരം കൊടുക്കാൻ പറ്റും, ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ ജലാശയം കൊടുക്കാൻ പറ്റും. പക്ഷേ നിന്റെ വാപ്പാക്ക് കഴിയാത്ത 3 കാര്യങ്ങളുണ്ട്. വേറെ ഏത് കാര്യങ്ങളും വാപ്പയുമ്മയും തുല്യ പങ്കാളിത്തമാണ്. ഏത് കാര്യത്തിലും, മക്കളെ പഠിപ്പിക്കുന്നതിൽ, വീടടിച്ചു വാരുന്നതിൽ, വീട് വൃത്തിയാക്കുന്നതിൽ, മക്കളുടെ പരിചരണത്തിൽ, മക്കളുടെ തസ്കിയത്തിൽ, തർബിയത്തിൽ, അവരുടെ എല്ലാത്തിലും വാപ്പയുമ്മയും സമാസമം തുല്യ പങ്കാളിത്തം. 3 കാര്യങ്ങളിൽ മാത്രം ഉമ്മ ഫസ്റ്റ് ഗ്രേഡിലാണ്. ഏതിലാ? 3 പ്രാവശ്യം ഉമ്മുഖ ഉമ്മുഖ ഉമ്മുഖ. 3 കാര്യങ്ങൾ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്തു വളർത്തലും അവളാണ്, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. വാപ്പാക്ക് പറ്റാത്ത 3 കാര്യമേ ഉള്ളൂ. 4 കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അള്ളാന്റെ റസൂല് പറയുമായിരുന്നു ഉമ്മുക്കാന്ന് 4-മതും, പിന്നെ 5-മതേ വാപ്പാക്ക് കിട്ടുള്ളായിരുന്നു. ഈ പറഞ്ഞ എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് വെപ്രാളൊന്നും വേണ്ട. ചില പെണ്ണുങ്ങൾ പറയും ഞങ്ങളെ പള്ളി കയറ്റുന്നില്ല, ഞങ്ങളെ പള്ളി കയറ്റുന്നില്ല. നിങ്ങൾ വെപ്രാളം പിടിക്കേണ്ട, ഞങ്ങളെ പള്ളി കയറ്റും. നമ്മൾ കയറ്റൂലേ ഉസ്താദേ? ഇവരെ പള്ളി കയറ്റൂലേ? ഇൻഷാ അല്ലാഹ് നിങ്ങളെ പള്ളി കയറ്റു. ഇപ്പോഴൊന്നും അള്ളാഹു നിങ്ങളെ കയറ്റാതിരിക്കട്ടെ. ആമീൻ പറയും. നിങ്ങളെ ഭാര്യമാർക്ക് ദീർഘായുസ് ഇട്ടെന്നായി പറഞ്ഞത്. അവരെ പള്ളി കൊണ്ടുവരാതെ എപ്പോഴെങ്കിലും നമ്മൾ കബറി കൊണ്ടുപോയിട്ടുണ്ട് ആരെങ്കിലും? നിങ്ങളെ പള്ളി കയറ്റും, അവസാനം കൊണ്ടുവരും, പള്ളിക്കകത്ത് വെക്കും. ഇൻഷാ അല്ലാഹ് ഇപ്പോഴൊന്നും അള്ളാഹു താല അതിനുള്ള അവസ്ഥ വരുത്താതിരിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി, പടച്ചോൻ ഭർത്താവിനോട് തിരിച്ചു ചോദിക്കണം, ഏയ് മനുഷ്യ, നിങ്ങൾക്ക് അള്ളാഹു പള്ളിയിൽ പോകാൻ പറഞ്ഞു, എനിക്കിതിനകത്ത് നിസ്കരിച്ചാൽ മതി, എനിക്കല്ല ആനുകൂല്യം തന്നെങ്കിലും പറഞ്ഞൂടെ? ഇതങ്ങനെയല്ല. നിങ്ങൾക്ക് പോകാൻ, ഞങ്ങൾക്ക് പോയാൽ എന്താ പ്രശ്നം എന്നാ ചോദിക്കുന്നത്. എന്നാ നിങ്ങൾ പോയി എന്നുള്ള പറഞ്ഞെങ്കിലോ പോവൂല. കാരണം എന്താ? അങ്ങനെയാണ്. നമ്മൾ പോണില്ലല്ലോ, പിന്നെ എങ്ങനെ ഭാര്യമാര് പോവും? നമ്മളോട് പോകാൻ പറഞ്ഞിട്ട് നമ്മൾ പോയോ? പോകുന്നില്ല. ഭാര്യമാരോട് പറഞ്ഞപ്പോൾ എത്താത്ത മുന്തിരി പുളിക്കും, എത്താത്ത മുന്തിരി പുളിക്കും. അവരെ പോകരുത് എന്ന് പറഞ്ഞപ്പോ അവര് പോണോന്ന് വാശി, പൊക്കോ എന്ന് പറഞ്ഞാ പോവൂല. അതാണ് അവസ്ഥ. അതുകൊണ്ട് കിട്ടിയ ആനുകൂല്യം അനുഭവിച്ച് ആസ്വദിച്ച് വീട്ടിനകത്ത് നിസ്കരിക്കുക. എന്നിട്ടോ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ പടച്ചവന്റെ കോടതിയിൽ വന്നിട്ട് അല്ലാ നീ എന്നെ അങ്ങനെ ആക്കിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത് പറയരുത്. ഇനി ഒരിക്കൽ കൂടെ എന്നൊന്നും മടക്കി വിടുവോ? 3-മത്തെ ഓപ്ഷനാണ്. അള്ളാനോട് പറയും, ഒന്നുകൂടി നീ ഒന്ന് മടക്കോ എലവുപാലത്തേക്ക്, ഞാൻ നന്നായി കൊള്ളാ, ഞാൻ തിരിച്ചു വരുമ്പോ സാലിഹാകാമല്ലാ.
സഹോദരങ്ങളെ പറഞ്ഞല്ലോ, ഇന്നും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അല്ല പറഞ്ഞതെന്താണ്? നിങ്ങൾ നാളെ പരലോകത്തിന്റെ അവസ്ഥകളെ പറ്റി ആലോചിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ അടിക്കടി അല്ലാഹു ഉണർത്തുമ്പോ അവിടെയൊക്കെയും അല്ലാഹു പറയുന്ന ഒരു കാര്യമുണ്ട്. തിരിച്ചു വരാത്ത യാത്രയാണ് പരലോകത്തേക്കുള്ള യാത്ര. മടക്കമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്തേ, നിങ്ങളുടെ ഭർത്താവ്, മരണപ്പെട്ട ഭർത്താവ് തിരിച്ചു വന്നെന്ന് സങ്കല്പിക്കേ. മൂന്നാം പാത്തി കഴിഞ്ഞു, 7 കഴിഞ്ഞ് 40 കഴിഞ്ഞ് നിങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. 4 മാസം 10 ദിവസം ഇരിക്കണം. അങ്ങനെ ഇരിക്കുന്നിടപ്പടയിൽ ആരോ വന്നൊരു ബെല്ലടിച്ചു. വീട്ടിൽ ചെന്ന് തുറക്കാൻ ആരുമില്ല. ചിന്തിക്ക്, നിങ്ങളെ ഭർത്താവാണ് വന്നത്, നിങ്ങളെ മരിച്ചുപോയ ഭർത്താവ് തിരിച്ചു വന്നു. നിങ്ങൾ അപ്പോഴേ അവിടെ വീഴും. ആദ്യം നിങ്ങൾ അപ്പോഴേ അവിടെ ഒന്ന് വീഴും. ഇനി വീണില്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് അടുത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് പോയി പറയും, എനിക്ക് പ്രേതബാധ കൂടി എന്ന് പറയും. പാവപ്പെട്ട ഉടലോടുകൂടി വന്നാലും പ്രേതമായിട്ട് നിങ്ങൾ തള്ളിക്കളയും. കാരണം എന്താ? തിരിച്ചു വരാൻ പറ്റൂല. ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടിട്ട് അയാൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പ്രേതബാധ എന്നാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും അയാൾ തിരിച്ചു വരൂല എന്ന് ലോകത്തിനറിയാം. എല്ലാവർക്കും അറിയാം തിരിച്ചു വരൂല എന്ന്. പരലോകത്തെ വിശ്വാസമില്ലാത്ത ആരാ ഉള്ളത്? ഈ ലോകം മുഴുവനും മലീമസമായ ചിന്തകൾ സമ്മാനിച്ചിട്ട് ഏതോ ഒരു സുന്ദരമായ രസം തനിക്ക് കിട്ടിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അടച്ചിട്ട റൂമിനകത്തിരുന്ന് നാഴികയ്ക്ക് 40 വട്ടം ഇസ്ലാമിനെ അധിക്ഷേപിക്കുന്ന ശ്രീ ആരിഫ് ഹുസൈൻ അവൻ പറഞ്ഞില്ലേ, ഊറന്മാരില്ലാത്ത സ്വർഗത്തിലേക്ക് എന്റെ ജിഹാദിയായ ഉമ്മ പോയി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവൻ എന്താ എഴുതിയത്? സ്വർഗത്തിൽ പോയിട്ട് എന്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ആരിഫ് ഹുസൈനെ, മുസ്ലിയാക്കന്മാര് കള്ളാടാ പറയുന്നത്, ഇവിടെ ഹൂറന്മാരും ഇല്ല സ്വർഗവും ഇല്ല. ഇവനെ കൊണ്ട് അല്ലാഹു പറയിപ്പിച്ചു, നിന്റെ ഉമ്മ പോയിട്ട് തിരിച്ച് നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മയ്ക്കൊരു പുനർജന്മം കിട്ടി. നിന്നെ കൊണ്ട് തന്നെ അല്ലാഹു തആല അത് പറയിപ്പിച്ചു. പുനർജന്മമുണ്ട്, പക്ഷേ ഒരു തിരിച്ചുവരവില്ല. നമ്മൾ അടക്കിയ മയ്യത്തുകളെ കബറിനകത്ത് എഴുന്നേറ്റിരിക്കും, ഇരുത്തും അല്ലാഹു തആല. അതിൻ്റെതായ ഒരു ലോകം, ബർസഖ് മറ, നമുക്ക് കാണാൻ പറ്റൂല. പക്ഷേ 6 അടി മണ്ണിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, നാളെ പരലോകത്ത് എന്റെ മുന്നിൽ വന്നിട്ട് നിങ്ങൾ പറയും, പടച്ചോനെ, 1 എനിക്ക് പറ്റിപ്പോയി, 2 നീ എന്നെ അങ്ങനെ ആക്കിയിട്ടല്ലേ അല്ലാ, 3 എന്നെ മടക്കി വിടുവോ, ഞാൻ നന്നായി വരാം. ഇത് 3ഉം നടക്കാത്തതാണ്. അതുകൊണ്ട് നടക്കുന്ന 3 കാര്യങ്ങൾ ഏറ്റെടുക്കാം. അതിൽ 1 അൽ ഇനാബ, അത് മടക്കമാണ്, പടച്ചവനിലേക്ക് സർവ്വതും ഏറ്റുപറഞ്ഞിട്ടുള്ള. 2 അൽ ഇസ്ലാം, അനുസരണയാണ്. 3 അൽ ഇത്തിബാ, വിശുദ്ധ ഖുർആനിനെ ഫോളോ ചെയ്യലാണ്, അനുധാവനം ചെയ്യലാണ്. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.